മുഖ്യമന്ത്രി അനുസ്മരിച്ച് സംസാരിക്കുകയാണ് സഭാംഗങ്ങളെ, അന്തരിച്ച സഭാംഗങ്ങൾ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള അത് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. രാഹുലിന് പ്രത്യേക ഇരിപ്പിടം അനുവദിച്ചിട്ടുണ്ട്. UDF ബ്ലോക്കിന് പിൻനിരയിലാകും രാഹുൽ. അകത്തേക്ക് കയറാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, രാഹുൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ാണ് സഭയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ കനത്ത പോലീസ് സംരക്ഷണം, അതായത് സഭയ്ക്ക് മുന്നിലും അടക്കം ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങളുടെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഇവിടെ കൃത്യമായ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. സഭയ്ക്ക് പുറത്തും ഇത്തരത്തിൽ ഒരു സന്നാഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സഭ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തേക്ക് കയറിയത്. ഇപ്പോൾ അകത്തേക്ക് രാഹുൽ ഈ സഭാ നടപടിയിലേക്ക് അദ്ദേഹം കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നൊരു ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയാണ്. തുടർന്നുള്ള ഇനി ഇത്തരത്തിലുള്ളൊരു സഭാ സമ്മേളനത്തിലടക്കം എന്തൊക്കെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം. കാരണം ഇത്തരത്തിലുള്ളൊരു ആഴ്ചകളോളമായി നിലനിൽക്കുന്ന ഇദ്ദേഹത്തിനോട് രാഹുലിനെതിരെയുള്ള ഇത്തരത്തിൽ ലൈംഗിക ആരോപണവും മറ്റ് കേസും നടപടികളെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസ് അടക്കം പ്രതികൂട്ടിലായിരുന്നു. ഇന്ന് രാവിലെ അടക്കം VD സതീശൻ പ്രതിപക്ഷ നേതാവടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ രാഹുൽ സഭയ്ക്കകത്തേക്ക് എത്തിയതിനു ശേഷം ഈ ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം എത്രത്തോളം പ്രതിഷേധമുണ്ടാകും, അദ്ദേഹത്തിനെ ഈ ഇരിപ്പിടത്തിൽ തുടരാൻ സമ്മതിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. സഭാ നടപടികളിലേക്ക് എന്തായാലും അദ്ദേഹം കടക്കും. തുടർന്നുള്ള ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയ്ക്കകത്തുള്ള സഭാ കവാടത്തിലൂടെ രാഹുലിന്റെ കാർ അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അത് 9:20 ഇപ്പോൾ അകത്തു നിന്നും സഭയ്ക്കുള്ളിൽ നിന്നും ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഇന്ന് മറ്റ് സഭാ നടപടികളില്ല. ഈ അനുശോചനം രേഖപ്പെടുത്തിയ സഭ ഇന്നത്തേക്ക് പിരിയുമെന്നാണ് അറിയുന്നത്. എന്നാലും രാഹുൽ എത്തുമ്പോഴുള്ള ഒരു പ്രതിഷേധം, അത് എങ്ങനെയാണ്? രാഹുൽ അകത്തേക്ക് കയറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയുടെ പ്രധാന കവാടത്തിലൂടെ മറ്റൊരു വാഹനത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷജീർ നേമം ഉൾപ്പെടെയുള്ളവർക്കൊപ്പം സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ രാഹുൽ എത്തുന്നത് കണ്ട് മാധ്യമപ്രവർത്തകർ അടക്കം ലിഫ്റ്റിന് ചുറ്റും തടിച്ചുകൂടി. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ ലിഫ്റ്റിൽ കയറി സാമാജികരുടെ ഇരിപ്പിടത്തിലേക്ക് രാഹുൽ പോവുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും മറ്റ് പ്രകോപനങ്ങളോ മറ്റ് പ്രതിഷേധങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇന്നത്തെ സഭാ നടപടി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് അനുശോചനം രേഖപ്പെടുത്തി പിരിയുക എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും ഇന്ന് സഭ കടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. പക്ഷെ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകത്തുമില്ല. എന്തായാലും വലിയ മുൻകരുതലിലാണ് പോലീസും വാച്ച് ആൻഡ് വാർഡും. സഭയ്ക്കകത്ത് രാഹുലിന് സുരക്ഷ ഒരുക്കേണ്ടത് വാച്ച് ആൻഡ് വാർഡിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. സ്പീക്കർ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ മുന്നൊരുക്കങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടെ കൃത്യമായ പോലീസ് സുരക്ഷ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സഭയുടെ കവാടത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സഭയുടെ പുറത്തു ഭാഗത്തുമെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ തോതിൽ വിപുലമായി തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ എത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധം, അത് നമ്മൾ നേരത്തെ തന്നെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സഭയിൽ കൂടുതൽ സഭാ നടപടികളിലേക്ക് സഭ പോകുന്നില്ല. അനുശോചനം രേഖപ്പെടുത്തിയ സഭ ഇന്നത്തേക്ക് പിരിയുകയാണ്. അതുകൊണ്ട് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം അത് തള്ളിക്കളയാനുമാകില്ല.
അറിയില്ല. ഡാൻ, രാഹുൽ സഭയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. കാരണം അത്രത്തോളം വലിയ ആരോപണം രാഹുലിനെതിരെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന രീതിയിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു ജനങ്ങൾ. രാഹുൽ സഭയിലേക്ക് എത്താൻ രാഹുലിന് ഏറ്റവും പറ്റിയ ദിവസവും ഇന്നാണ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലേ ഡാൻ? കാരണം ഇന്ന് സഭയിൽ കൂടുതൽ നടപടികളൊന്നുമില്ല. അനുശോചനം രേഖപ്പെടുത്തുന്നതിനിടയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധം കൂടുതലായി പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതായത് ഇന്ന് മറ്റ് സഭാ നടപടിക്രമങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ ഭരണ പ്രതിപക്ഷങ്ങൾ നേർക്കുന്ന റേറ്റ് മുട്ടാനുള്ള ഒരു സാധ്യതകളുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നാളെ രാവിലെ മുതൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ സഭയിൽ എത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നതിന്റെ കാര്യത്തിൽ സംബന്ധിച്ച് വരെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഹുൽ അവധി അപേക്ഷ നൽകിയേക്കും എന്ന സൂചനകളൊക്കെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വിഭാഗം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അവധി അപേക്ഷ നൽകിയതായോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടന്നതായിട്ടുള്ള ഒരു സൂചനകളുമില്ല. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം UDFന്റെ ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിപ്പിടം ഉണ്ടായിരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതായിരുന്നു. സ്പീക്കർ എൻ ഷംസീറിന് പ്രതിപക്ഷ നേതാവും പാർലമെന്ററി പാർട്ടി ലീഡറുമായ VD സതീശൻ കത്ത് കൈമാറിയതോടെയാണ് UDF പാനലിൽ അല്ലെങ്കിൽ UDF ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പ്രത്യേക ഇരിപ്പിടത്തിലായിരിക്കും രാഹുൽ സഭയിൽ ഇരിക്കുക. അത് കൃത്യമായി PV അൻവറിന് വേണ്ടി നേരത്തെ PV അൻവർ ഇരുന്ന അതേ സ്ഥലത്ത് അതേ ബ്ലോക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സഭയിൽ ഇരിപ്പിടം ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അനുശോചന സമ്മേളനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നോ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. എവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും അതേ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതാണ് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സമയമാണിത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസ് അയാളെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നതോ എന്ന കാര്യത്തിലൊക്കെ ജനങ്ങൾ നോക്കി ഇരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഒപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാൾ എത്തുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തുന്ന പ്രതിഷേധങ്ങളടക്കം അവിടെയും ഒരു ജനങ്ങളുടെ വിലയിരുത്തലുണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തിനും വളരെ ക്രൂഷ്യലായ ഒരു ഘട്ടം കൂടിയാണിത് നിയമസഭയിൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയം ഇങ്ങനെയൊരു വിവാദം, സമാനതകളില്ലാത്ത ഒരു വിവാദം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. സാധാരണയായി ഏതെങ്കിലും ഒരു മുന്നണിയിലെ MLAക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറുഭാഗത്തു നിന്നാണ് വിമർശനങ്ങൾ ഉയരുകയും പ്രതിഷേധങ്ങൾ ഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ